ഓരോ വർഷത്തിലും നമുക്ക് ഉണ്ടാകുന്ന കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഒരു വർഷത്തിനെ 6 ഋതുക്കളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ഋതുക്കളിലും ഉണ്ടാകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലാവസ്ഥകളായിരിക്കും. ഇതുപോലെ തന്നെ ഒരു മനുഷ്യായുസ്സിനെ കലിയുഗത്തിൽ ഒരു മനുഷ്യായുസ്സിനെ 120 വർഷങ്ങളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഈ 120 വർഷങ്ങളെ 9 ഗ്രഹങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. 9 ഗ്രഹങ്ങൾക്കും തുല്യമായിട്ടുള്ള അളവിലല്ല വീതം വന്നിരിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള വർഷങ്ങളാണ് വീതിച്ച് നൽകിയിരിക്കുന്നത്. ഇതിനെയാണ് ദശാകാലങ്ങൾ എന്ന് പറയുന്നത്. ജന്മനക്ഷത്രത്തിനനുസരിച്ചിട്ടാണ് ദശാകാലങ്ങളെ കണ്ടെത്തുന്നത്. 27 നക്ഷത്രങ്ങളെ 3 എണ്ണങ്ങൾ വീതമുള്ള 9 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ച് ഓരോ ഗ്രൂപ്പിനും ഓരോ ഗ്രഹങ്ങളെ ദശാനാഥന്മാരായിട്ട് കൊടുത്തിട്ടുണ്ട്. അശ്വതി, മകം, മൂലം അതാണ് ഒരു ഗ്രൂപ്പ്. ഈ 3 നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ദശാനാഥൻ കേതുവായിരിക്കും. ഭരണി, പൂരം, പൂരാടം ഇത് മറ്റൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൻ്റെ ദശാനാഥൻ ശുക്രനാണ്. അങ്ങനെ 9 ഗ്രൂപ്പുകളുണ്ട്. ഏത് നക്ഷത്രത്തിലാണോ നമ്മൾ ജനിച്ചിരിക്കുന്നത് ആ നക്ഷത്രത്തിൻ്റെ ദശാനാഥനായിരിക്കും ആളുടെ ജനിക്കുന്ന സമയത്ത് ആളുടെ ദശാകാലം ആ ഗ്രഹത്തിൻ്റേതായിരിക്കും. ഇങ്ങനെ നമ്മളുടെ ഏത് ഗ്രഹത്തിൻ്റെ ദശാകാലത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഫലങ്ങൾ ആ ഗ്രഹം നമ്മുടെ ഗ്രഹനിലയിൽ നമ്മുടെ ജാതകത്തിൽ ആ ഗ്രഹം ഏത് രാശിയിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഗ്രഹത്തിൻ്റെ ഉച്ച ബലം, നീചബലം, മൗഢ്യം അങ്ങനെയുള്ള ഗ്രഹത്തിൻ്റെ ബലത്തിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ദശാകാലത്ത് ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലം കഴിഞ്ഞ് മറ്റൊരു ഗ്രഹത്തിൻ്റെ ദശാകാലത്തിലേക്ക് കടക്കുന്ന ആ കാലഘട്ടത്തിനെയാണ് ദശാസന്ധി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. കാലവർഷം കഴിഞ്ഞിട്ട് വേനൽക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ വേനൽക്കാലം കഴിഞ്ഞ് കാലവർഷത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞുകാലത്തിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്നതാണ്, കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലം കഴിഞ്ഞിട്ട് മറ്റൊരു ഗ്രഹത്തിൻ്റെ ദശാകാലം തുടങ്ങുന്ന ആ ഒരു സമയത്തിനെ ദശാസന്ധി എന്ന് പറയും. ഈ ദശാസന്ധി കാലം പലപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ദുരിതപൂർണമായിരിക്കും. ഈ ദശാസന്ധി ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വിവാഹം കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ദശാസന്ധി വരാതെ നോക്കുന്നത് വിവാഹ പൊരുത്തത്തിൽ ഒരു വിഷയം കൂടിയാണ്. വിവാഹ പൊരുത്തം നോക്കുന്ന സമയത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സമയത്ത് ദശാസന്ധി ഉണ്ടാവാതെ നോക്കാറുണ്ട്. അങ്ങനെയുള്ള ജാതകങ്ങൾ ചേർക്കാറില്ല, പൊരുത്തമില്ലാതെ ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ദശാസന്ധി വരുന്ന ആ ഒരു കാലഘട്ടം പലപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. ഈ ഒരു സമയത്ത് ചെയ്യേണ്ട പരിഹാരങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ഏത് ഗ്രഹത്തിൻ്റെ ദശയാണോ കഴിയാൻ പോകുന്നത് ആ ഗ്രഹത്തിനും അതുപോലെ തന്നെ ഏത് ഗ്രഹത്തിൻ്റെ ദശയാണോ തുടങ്ങാൻ പോകുന്നത് ഈ 2 ഗ്രഹത്തിനും പരിഹാരം ചെയ്യണം. ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആ ഗ്രഹത്തിനുള്ള ഈ 2 ഗ്രഹത്തിനുള്ള പരിഹാരങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര തുടർച്ചയായിട്ടൊരു 3 മാസമെങ്കിലും ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി തുടങ്ങിയ പരിഹാരങ്ങൾ ചെയ്ത് പോകണം. അതുപോലെ തന്നെ 2 ഗ്രഹങ്ങൾക്ക്, മാറുന്ന ഗ്രഹത്തിനും തുടങ്ങുന്ന ഗ്രഹത്തിനും 2 ഗ്രഹത്തിനും ഗ്രഹശാന്തി പൂജകൾ, നവഗ്രഹ പൂജകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദശാസന്ധിയിലുണ്ടാകുന്ന ദുരിതങ്ങൾ, ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിച്ചു പോകുന്നതിന് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഈ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഫലമുണ്ട്. ദശാസന്ധി സമയത്ത് ഈ പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകും. ഒരു പരിധിവരെയുള്ള ദുരിതങ്ങളെല്ലാം മാറുന്നതിന് ഈ പരിഹാരങ്ങൾ വളരെയധികം ഗുണപ്രദമായിരിക്കും. നന്ദി, നമസ്കാരം.